ഫ്ലവേഴ്സ് കോമഡി ഇതായിട്ടം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇതായിട്ടം വേറെ. ഭയങ്കര എനർജിയാണ്. എനർജി കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. കാര്യം അത്രയും എനർജിയുള്ള 3 പേരാണ് വരാൻ പോകുന്നത്. 2 പേരെ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഷാജു ചേട്ടനെയും നസീറയ്ക്കയും. അവരുടെ കൂടെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ, ഒരു സ്പെഷ്യൽ ജഡ്ജ് കൂടെ നടന്ന കുറച്ച് ദിവസത്തേക്ക്, ഇനി കുറച്ച് എപ്പിസോഡിലേക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് ഇനി എനർജി ഇങ്ങനെ ഒഴുകും. ഡാൻസിന് എനർജി, ഡയലോഗിന് എനർജി, ഇരിക്കുമ്പോൾ തന്നെ എനർജി. ലെറ്റ്സ് വെൽക്കം ഷാജു ചേട്ടനെയും നസീറയ്ക്കയുടെയും കൂടെ ബാല. ചേട്ടാ വെൽക്കം നമ്മുടെ കുടുംബത്തിലേക്ക്. ഹൃദയം നിറഞ്ഞ സ്വാഗതം. കണ്ടോ ആ വേഷത്തിൽ വരെ എന്തൊരു എനർജി. അതാണ് ഉഷാറായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ചിരിച്ച് മോതറ വന്നേക്കാ. പറ, വിശേഷങ്ങൾ പറയൂ. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഐശ്വര്യം. ഇവിടെ വരുന്ന കണ്ടസ്റ്റൻറ്റ്ക്ക് ഐശ്വര്യം, ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഐശ്വര്യം. ഇത് കാണുന്ന എല്ലാத்துக்கும் മേലെ ഇത് കാണുന്ന ഓഡിയൻസിന് ഭയങ്കര ഐശ്വര്യം. കാരണം സന്തോഷം എവിടെ ഇരിക്കോ അവിടെ ഐശ്വര്യം ഉണ്ടാവും. കറക്റ്റാണത്, സത്യം അല്ലേ? വെരി എക്സൈറ്റഡ്. ഇപ്പൊ തന്നെ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഏട്ടാ, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഐശ്വര്യമായിട്ട് കസേരയിലോട്ട് പോയിരിക്കുന്നു. ഞാൻ ഐശ്വര്യമായിട്ട് ആദ്യത്തെ സ്കിറ്റ് വിളിക്കുന്നു, അവർ ഐശ്വര്യമായിട്ട് പെർഫോം ചെയ്യുന്നു, പരിപാടി തുടങ്ങുന്നു, നമ്മൾ ഐശ്വര്യമായിട്ട് മാർക്സ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ദിസ് ഈസ് കറക്റ്റ്. ദിസ് ഈസ് കറക്റ്റ്. അത് മറ്റൊരു മാറി. ദിസ് ഈസ് കറക്റ്റ്. പൊളിക്കോടാ. ദിസ് ഈസ് കറക്റ്റ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ചിരിക്കാൻ റെഡി ആക്കിയ ഒരു ഉഗ്രൻ ഐറ്റം വരുന്നുണ്ട്. ഒരു ഉഗ്രൻ ടീമിന്റെ അടുത്തുനിന്ന് വരാൻ പോകുന്നത്. വെൽക്കം സുധീഷ്, നിമിഷ, കൂടെ ചിത്തൻ. ഇതായിട്ടം വേറെ. നിങ്ങൾക്ക് എന്ത്? ഞാനാണോ നിങ്ങളാണോ പ്രസവിക്കാൻ പോണത്? നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു കൂവുന്നേ? നീ എന്തിനാ എന്റെ വിരല് പിടിച്ച് ഒടിച്ചേക്കണത്? പിടിച്ചതാണ്. നീ കൊച്ചേ, നീ കിടന്ന് പേടിക്കണ്ട. നീ അകത്തോട്ട് നൈസിന് പോയിട്ട് പ്ലക്കനെ പ്രസവിച്ചാൽ നമുക്ക് പ്ലിക്കനെ അങ്ങ് വീട്ടിൽ പോവാം. അയ്യോ, എന്റെ എളുപ്പത്തിൽ പറഞ്ഞ് പ്ലക്കനെ പ്രസവിച്ച് പ്ലക്കനെ പോവാന്നൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് അറിയുള്ളൂ വേദന. എടി, എനിക്ക് തോന്നേ ഇത് സുഖപ്രസവമായിരിക്കും. എന്തോന്ന് സുഖപ്രസവമായിരിക്കും? മിനിമം 6-7 മണിക്കൂർ വേദന തട്ടി പ്രസവിച്ചിട്ട് അതിനൊരു പേരും സുഖപ്രസവം എന്നെ കൊണ്ട് പറയിപ്പിക്കാ. നീ കിടന്ന് കരയാതെടി. നീ ഇങ്ങനെ കിടന്ന് അറിയുന്നില്ല. ഞാൻ ഇവിടെ ഡാൻസ് കളിക്കാം. ചുമ്മാ നിർത്തിക്കോ. ഒരെല്ലാം വേണ്ട. നിർത്തിക്കോണോ? ഇത് അന്ന് പറയണമായിരുന്നു. ഞാൻ എവിടെങ്കിലും പുറത്തു പോകുമ്പോ ഇവിടെ ഉടനെ വിളിക്കും. നിങ്ങൾ എവിടെ നിക്കണേ? 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം. ഇവിടെ എന്തോ കിഴങ്ങ് അവിച്ചു വെച്ചേക്കണത്. സമാധാനം ആയല്ലേ നിനക്ക്? സമാധാനം എന്തായാലും പറഞ്ഞ അങ്ങ് പിണങ്ങിക്കോള്. ഇങ്ങോട്ട് വന്നേ. എടി, ഇങ്ങോട്ട് വന്നേ. നമ്മക്ക് ജനിക്കുന്നത് ആൺകൊച്ചാണെങ്കിൽ എന്തോ പേരിടും? എന്റെ മുത്തശ്ശന്റെ പേരിടാ. എടി, എങ്ങനെടി പിഞ്ചു കുഞ്ഞിനെയൊക്കെ അഞ്ചരക്കണ്ടി മോഹൻ എന്നൊക്കെ? അയ്യോ, എനിക്ക് പ്രസവിക്കണ്ട. അയ്യോ, എനിക്ക് പ്രസവിക്കണ്ട. അറിയാതടിയോ. അയ്യോ, എനിക്ക് പ്രസവിക്കണ്ടേ. ശരി, അപ്പൊ ഇത് വായിക്കൂടെ കക്കിടാനുള്ള പ്ലാനാണോ? ഇതാര്? സിസ്റ്റർ. മിസ്റ്റർ അല്ല, സിസ്റ്റർ. എന്താ നിന്റെ പേരെന്താ? രേഷ്മ. നിങ്ങള് APL ആണോ BPL ആണോ? നമ്മള് BSN. ഞാൻ വല്ലതും വിളിച്ച് പറയുവേ? അയ്യോ, വിളിച്ചാലും കിട്ടൂല. 3-4 മാസമായിട്ട് കട്ടായി കിടക്കുക. ഞാൻ വേറെ നമ്പർ തരാം, അതി വിളിക്കൂ. നിന്റെ ഒരു നമ്പർ ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് മതി. അതെ, പറ മോളെ, എന്താ ജോലി? ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ട്. നിന്റെ പണി എന്തുവാ? നിന്റെ പണി എന്തുവാ? ഇവള് ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാ വീട് അനാഥമായി പോവല്ലോ. അപ്പൊ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ഇവിടെ കാണും. പറഞ്ഞ പോലെ തന്നെ
ഒരു പണിക്കും പോവില്ല, കള്ളത്തീറ്റി അത്രേ ഉള്ളു. പോവില്ല. ശരി കൊച്ചേ, നീ ഒരു കാര്യം ചെയ്, നീ ദാരിദ്ര്യമൊക്കെ താഴെയാണോ മുകളിലാണോ എന്ന് പറഞ്ഞു തന്നെ. നമ്മള് ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ അവൻ സമ്മതിക്കുകയല്ല, അവൻ ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കുകയല്ല ഇനിയും വരും. ഞാൻ ദാരിദ്ര്യമൊക്കെ താഴെ എഴുതിക്കോളാം. ഞാൻ എഴുതിക്കോളാം അങ്ങ്. ഇത് ചുമ്മാ ഓരോന്ന് കിടന്നങ്ങ് പറയും. എന്റെ പൊന്ന് പേടിക്കണ്ട കേട്ടോ. നീയൊക്കെ സുന്ദരിയായിട്ട്. ഒരു കാര്യം പറയാം, നിങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ വന്ന് കിടക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ കൊച്ചു പെൺപിള്ളേരൊക്കെ പോകുന്നുണ്ട്. നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? മര്യാദക്ക് ഇരുന്നോണം, പറഞ്ഞേക്കാം. സിസ്റ്ററെ, എന്തുവാ ഇങ്ങോട്ട് വന്നേ. താമസത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? രേഷ്മേ, ഒരു കാര്യമുണ്ട് കൊച്ചേ, ഇവിടുന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ വാടക കൊടുത്ത് തീർക്കുവന്നേ. പിന്നെ ഇന്നലെ എൻ്റെ ഒരു ഗുഡ് ബി പരിചയപ്പെട്ടായിരുന്നു. അവൻ്റെ കൂടെ താമസം മാറ്റാനുള്ള ശ്രമത്തിലാണ്. താമസമല്ല ചോദിച്ചത്, ഇവിടെ എവിടെ കിടക്കണ്ടേന്ന്. ആ രണ്ടുപേരും കൂടെ ഒരു വട്ടേ കിടക്കും. നമുക്ക് വീട്ടിലെ പോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും കിടന്നോളാൻ പറഞ്ഞു. അയ്യോ, അവന്റെ സന്തോഷം കണ്ടില്ലേ? വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുപോലെ വീട്ടിൽ കിടക്കുന്നതാണല്ല പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ വാട്ടി കിടക്കുന്ന ബിന്ദുവിന്റെ കൂടെ പോയി കിടക്കും. എനിക്ക് താല്പര്യമാണ്, പക്ഷെ എവിടെ സമ്മതിക്കൂല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. നിനക്ക് സഹിക്കുക എന്താണ്? അല്ല, നിനക്ക് അങ്ങ് സഹിക്കുന്നില്ലടാ. എന്താണ് നിങ്ങളല്ലേ പറഞ്ഞു പോയി കിടക്കാൻ? ഞാൻ നിനക്ക് കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആ കൊച്ചു പോയി കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ, അവള് പോയി കിടന്ന ഭർത്താവായി ഞാൻ എവിടെ കിടക്കും? നിന്നെ പോലെയുള്ള കിഴങ്ങൻ ഭർത്താക്കന്മാർക്ക് കിടക്കാൻ. അതുകൊണ്ട് അതേ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ഒരു ആൽമരം കണ്ട, അതിന്റെ ചവിട്ടി പോയി കിടാ. അയ്യോ, അതിന്റെ ചവിട്ടി കിടന്ന കാക്ക തൂറൂലേ? അയ്യോ, നീ എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു കാക്കക്ക് തൂറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തര്? ഞങ്ങള് ഭാര്യയും ഭർത്താവും, നിങ്ങൾക്ക് എന്തര്? എനിക്കൊരു കുന്തിരി. നോക്കടി, കോമഡി ഇട്ടാതായപ്പോ കുന്തരെന്ന് പറഞ്ഞിട്ട് പോണത്. ചേട്ടാ ഇവിടെ വന്നിരി. ഞാൻ വരുന്നില്ല. എന്തായാലും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കേ. കുറച്ചേരം കഴിയുമ്പോ കൊച്ചേ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? അല്ല, പിന്നെ ഇവര് ഓരോന്നൊക്കെ പറയണം. പറഞ്ഞോട്ടെ, ചേട്ടാ ഒന്നും നോക്കണ്ട. നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ? നോക്കണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേരിടണമെന്നാ. അങ്ങനെയാണെ മണ്ണിരേന്ന് ഇടടാ. മണ്ണിരേന്നാ? അതാകുമ്പോ മണ്ണിനടിയിലല്ലേ, മണ്ണിന്റെ മണവും ഉണ്ടാവും. പെണ്ണുമ്പളെ മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം. അങ്ങനെയാണെങ്കിൽ വേട്ടവളിയിൽ നിന്നിടും. എടാ, അത് തന്നെ, മണ്ണിന്റെ പുറത്തുനിന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ടുവച്ച് കൂടുണ്ടാക്കുമല്ലേ അതിന്റെ പണി. ഈ പെണ്ണുങ്ങൾ പറയുന്നതായിരിക്കും പിടിക്കണില്ല. ഞാൻ പറഞ്ഞാ കേട്ടോ. അച്ഛന്റെ പൊന്നെ തക്കുടു വാവേ, മക്കൾ അമ്മയുടെ വയറ്റി എന്തൊരു ചെയ്യണ്? അമ്മയുടെ വയറ്റി കൊച്ചു പാനിപൂരി കച്ചവടം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലേ. ചുമ്മായിരുന്നോണോ? മക്കളെ തക്കുടു വാവേ, പുറത്തു വന്നിട്ട് അച്ഛനെ കാണണ്ടേ? എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് എന്തേലും സ്വാധീനം ഉണ്ടോ അതിനകത്ത് തന്നെ കേടാ. ഇവര് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. സിസ്റ്ററെ, എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് ഇപ്പോഴും തീർന്നില്ലടാ നിന്റെ സംശയം. നിനക്ക് എന്താണ്? അതായത് നമുക്ക് ജനിക്കണ കൊച്ചു, നമുക്ക് എങ്ങോട്ട് കയറി പോണു? അല്ല, നമുക്ക് ജനിക്കണ കൊച്ച് അത് എന്നെ പോലെ ഇരിക്കാൻ വല്ല മാർഗമുണ്ടോ? എടാ, അതെങ്കിലും മനുഷ്യക്കോലത്തിൽ ജനിക്കട്ടടാ. ബോഡി ഷെയ്മിങ്. അല്ല, ബോഡി ഷെയ്മിങ് എങ്ങനെ കിട്ടി? എവിടുന്ന് കിട്ടിയടി ഇവനെ? പോയതാ. അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ വന്നിട്ട് പെറ്റിട്ട് പോയോടി നീ? പക്ഷേ അവിടെ അങ്ങനെ പോയിക്കട്ടെ. ബിന്ദുവിന്റെ ഭർത്താവുണ്ടോ? ബിന്ദുവിന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നേ. ബിന്ദുവിന്റെ ഭർത്താവ് ഒരു ബസ്സിൽ കയറി പോയല്ലേ? എന്തിന്? അവൻ കുറച്ചു മുമ്പ് ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയി. ഞാൻ മൂന്നാറിന്റെ ബസ്സിൽ കയറ്റി അങ്ങ് വിട്ടു. നീ അവിടെ പോയി സോറി. എടാ, കൊച്ചു പേടിച്ചിട്ടാ. നീ ആ കൊച്ചിന്റെ രണ്ട് കഥവെല്ലാം പറഞ്ഞു കൊടുക്കും. രണ്ട് മിമിക്രി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. തമാശയാ. എടി, തമാശ നീയും കൊച്ചും കൂടി കേട്ടോണം. ഒരു അക്വേറിയത്തില് 11 മീനുണ്ട്. അതിലൊരു മീൻ ചത്തുപോയി. അക്വേറിയത്തിൽ വെള്ളം കൂടുമോ കുറയുവോ? കൂടുവോ കുറയുവോ? കൂടൂല. പക്ഷെ കൂടും. അതെങ്ങനെ? കൂട്ടത്തിൽ ഒരുത്തൻ ചത്തില്ലേ, അപ്പൊ ഈ 10 മീനും കൂടി കരയുമ്പോ കണ്ണീര് കൊണ്ട് വെള്ളം കൂടും. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ അവിടെങ്ങാനും കിടന്നോ? എന്റെ സിസ്റ്ററെ, ഇതൊക്കെ എന്ത് തമാശ! കുഞ്ഞ് പുറത്തേക്ക് വന്നാലേ ഇവനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി 101 തമാശകളാണ് ഏട്ട എഴുതി വെച്ചത്. ഒരു കാര്യം ഉറപ്പായി. എന്താന്ന്? നിന്റെ മരണം ഈ കുഞ്ഞിന്റെ കൈ കൊണ്ട്. കൊച്ചേ, ആപ്പിള മുന്തിരിയ വല്ലതും കഴിക്കുന്ന കൊച്ചേ? ഒന്നും വേണ്ട സിസ്റ്ററെ. ഭർത്താവ് വല്ലതും കഴിക്കുന്നത്? നമുക്കൊന്നും വേണ്ട. നമുക്ക് പിന്നെ എന്തിനാണ് ഈ പുല്ലി ഇവിടെ ഇരിക്കുന്നത്? ഞാൻ തിന്നോളാം. എല്ലാം മേലുള്ള ഒരാള് കാണുന്നുണ്ട്, മറക്കണ്ട. ആയിരിക്കുന്നതാണോ? CC ക്യാമറ സർക്കാരിന്റെ അല്ലേ? കാണൂല. ഇവിടുത്തെ ഒരു CC ക്യാമറ വർക്ക് ആവില്ലേ? ഇല്ല. ദൈവമേ ഭാഗ്യം, മൂത്രപ്പരെ മാറി കയറിയത് ആരും കണ്ടിട്ടില്ല. എന്താ വെച്ചേ? എടുക്കണ വേദന എവിടാ? അയ്യോ, രേഷ്മയ്ക്ക് വേദന. അയ്യോ, രേഷ്മയ്ക്ക് വേദന. പെട്ടെന്ന് കയറ്റി പ്രസവിപ്പിക്കുക. നീ അവിടെ തള്ളിപ്പോന്ന്. ഇവനെ പേടിക്കണ്ടപ്പാ, പതിയാ. അയ്യോ, ഞാനിപ്പോ
പതിയെ പതിയെ അയ്യോ, സിസ്റ്ററെ, പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് തരണേ. എന്റെ ഭാര്യ പ്രസവിക്കാൻ കയറ്റിയതാ. ഒന്ന് പ്രാർത്ഥിക്കണേ, കഷ്ടമുണ്ട്. എല്ലാരും കൂടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. രേഷ്മയുടെ ഭർത്താവുണ്ടോ? അയ്യോ, ഉണ്ട് ഉണ്ട്. സിസ്റ്ററെ, എന്തോ സിസ്റ്ററെ, എവിടെ പോണേ? ഇവിടെ ഇവിടെ എന്തോ ആയുധാ വീട്. ഓടിപ്പോയി മേടിച്ചോണ്ട് വാ. അയ്യോ അയ്യോ അയ്യോ, എന്താടാ ഇത് ഭയങ്കര ഇംഗ്ലീഷ്, എനിക്ക് വായിക്കാൻ. ഞാൻ എന്റെ ഭാര്യയെ പ്രസവിക്കാൻ കേട്ടേ ഞാൻ ആരെ വിളിച്ചു പറയൂ? അയ്യോ ദൈവമേ, നല്ലൊരു കുഞ്ഞിനെ എനിക്ക് തരണേ. രേഷ്മയുടെ ഭർത്താവുണ്ടോ? ഇവിടെ ഉണ്ട്. രേഷ്മ പ്രസവിച്ചു, പെൺകൊച്ച്. എനിക്ക് പെൺകൊച്ച്, എനിക്ക് പെൺകൊച്ച് ജനിച്ച്, എനിക്ക് പെൺകൊച്ച് ജനിച്ച്. സിസ്റ്ററെ, ഓ, ആ കൊച്ചിനെ ഒന്ന് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ചെറിയ ആട്ടിലെ കൊണ്ടുവരാ. അച്ഛന്റെ തക്കട് വാവേ, മക്കൾക്ക് അച്ഛനൊരു ഉമ്മ തരട്ടെ. കമ്പുക്കോലൊക്കെ കൊച്ചിന്റെ മുഖത്ത് കൊള്ളൂടാ. ഉമ്മ കൊടുക്കണ്ടേ? വേണ്ട സിസ്റ്ററെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാരും ഹാപ്പിയാ. രേഷ്മ എവിടെ? എക്സ്ട്രീംലി സോറി, രേഷ്മ പോയി. കുഞ്ഞിനെ പെറ്റെന്റെ കയ്യിലിട്ടിട്ട് എന്നെ കുഞ്ഞിനെ ഒറ്റക്കായിട്ട് അങ്ങ് പോയില്ലേ രേഷ്മ? എടാ വെട്ടുകേടാ, നീ എന്തൊക്കെയാണ് ഇവിടെ ഇരുന്ന് പറയണത്? രേഷ്മ പോയി. എവിടെ പോയെന്ന്? അയ്യോ, ഇവനെ ഞാൻ എന്തോ ചെയ്യട്ടെന്ന് പറ. എടാ, രേഷ്മ രാവിലെ കൊച്ചിനെ പ്രസവിപ്പിച്ച് നിന്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു. ആ കൊച്ച് തൊഴിലുറപ്പിന് പോയിരിക്കുവാ. അവിടെ 10 മൂവായിരം അടയ്ക്കാനുണ്ട്. നീ പല പണിക്ക് പോകുവാ. അതുകൊണ്ടാ അവരുടെ ജോലിക്ക് പോയിരിക്കുവാ. ജോലിക്ക് പോയി മക്കളെ. രേഷ്മമ്മ ജോലിക്ക് പോയാണ്. വൈകുന്നേരം വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും പാപ്പം കൊണ്ടുവരുമല്ലേ. ടീച്ചറെ പോലെ ഒരു കാര്യം കൂടെ. എന്തായാലും രേഷ്മ ഇപ്പൊ പ്രസവം കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് അവക്കും കൂടി എത്ര ദിവസം കഴിഞ്ഞിട്ട് ടൂർ പോകാൻ പറ്റും? ആദ്യത്തെ വീടിന്റെ പാല് കാഴ്ച അങ്ങ് കഴിയട്ടെ, എന്നിട്ട് രണ്ടാമത്തെ വീടിന് വറക്കല്ലിടാം. നിങ്ങൾക്ക് ഇത് എന്തര്? ഉന്തരി ഒരു രക്ഷയില്ലായിരുന്നു. നല്ല നല്ല ഗൈഡ് വരട്ടെ. അടിപൊളിയായിരുന്നു കേട്ടോ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അവര് പറയും. നസീർക്കാൻ തുടങ്ങാം. നസീർക്ക, നല്ലൊരു ലേബർ റൂം ആയിരുന്നു കേട്ടോ. രസമുണ്ടായിരുന്നു. ഒരു സംശയമുള്ള ചോദിക്കാനായിട്ട്, നിനക്ക് 2 ഫീമെയിൽ അപ്പുറം ഇപ്പുറം ഇല്ലെങ്കിൽ ഈ മനസ്സിൽ വരൂല്ല അല്ലേ? ഇതിപ്പോ ഫീമെയിൽ ഇല്ലാഞ്ഞിട്ട് ചിത്തനെ വിളിച്ച് ഫീമെയിൽ ആക്കി പോസ്റ്റ് ചെയ്തിരിക്കുക. അങ്ങനെ അല്ലേ? ഫീമെയിൽ വേണം. പക്ഷെ ഈ സ്കിറ്റിന് ഇത് തന്നെയാണ് ആപ്റ്റ് കേട്ടോ. അത് കറക്റ്റാണ്. നിങ്ങൾ 3 പേരും ഗംഭീര. ചിത്ത ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ സൈലന്റ് കളി ഭയങ്കര രസമായിരുന്നു. അതേപോലെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു. ചേട്ടാ, എനിക്ക് എന്റെ ചിത്തനെ തിരിച്ചു കിട്ടി. കുറെ നാളുകൾക്ക് ശേഷമാണ് ചിത്തൻ ഇതേപോലെ ഓടി നടന്ന് ചിത്തൻ്റെതായിട്ടൊരു ലെവലിലുള്ളൊരു പെർഫോമൻസ് കാണാൻ പറ്റുന്നത്. ചിത്ത കാലക്കി പോളിച്ചടുക്കി. നല്ല തമാശകളുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും ഉഗ്രനായിരുന്നു. ചിത്തൻ നിങ്ങൾ കറക്റ്റായിരുന്നു, ആപ്റ്റാണ് സുധീഷേ. എനിക്ക് വേറെ ആരും നമുക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ചിത്തനല്ലാതെ വേറെ ഒരാളെ നമുക്ക് ഇനിയിപ്പോൾ ആ സ്ഥലത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ചിത്തൻ പെർഫോം ചെയ്തു. ഷാജോണേ, അതൊരു ഫീമെയിൽ ആയാലും അത്ര വൃത്തിയാകത്തില്ല. ഇത്ര വൃത്തിയാവില്ല. ഇങ്ങനെയുള്ള ഈ തമാശകളൊന്നും ഒറിജിനൽ ഫീമെയിൽ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെ പറയുമോ നമുക്ക് തോന്നും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിത്തൻ തന്നെ. അതല്ല, അത് കിട്ടാഞ്ഞിട്ട് തന്നെ. ഉഗ്രനായിരുന്നു, അടിപൊളി. 3 പേർക്കും ചേട്ടാ, ഫാന്റാസ്റ്റിക്. நல்ல ஒரு கதை, நல்ல ഡയലോഗ്സ്, കറക്റ്റ് ടൈമിങ്ങിലുള്ള ഒരു കോമഡി, നല്ല സ്ക്രിപ്റ്റ്. ഇവർ പറഞ്ഞതുപോലെ പക്ക കാസ്റ്റിംഗ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. സോ ഇതേപോലെ കുറേ നല്ല എൻജോയ് ചെയ്യുന്ന രീതിയിൽ കുറേ സ്ക്രിപ്റ്റ് ഉണ്ടാവട്ടെ, കുറേ പെർഫോമൻസ് ഉണ്ടാവട്ടെ. മനസ്സാരെ വാഴ്ത്തുகிறேன். താങ്ക് യു ബാലചേട്ടാ. സന്തോഷമായില്ലേ ഉണ്ണിയെ? ഇങ്ങോട്ട് വാങ്ങിക്കാം അല്ലേ? ആരാണ് ആദ്യം കാശ് കൊടുക്കുന്നത്? ഡിസ്കഷനില്ല. ബാലചേട്ടാ, എത്ര മാർക്ക്? ഞാനൊരു 18 കൊടുക്കാം. ബാലചേട്ടൻ ആദ്യം നല്ല കാശ് എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാശ് വരാം ഇവിടുന്ന്. അല്ലേ? ചരിത്രമുണ്ട്. തന്നെ 18,000 രൂപ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ആരാ പൈസ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ചേട്ടാ കൊടുത്തോ.
ഞാനൊരു 10 മാർക്ക് കൂടെ നിങ്ങൾക്ക് തന്നു. ഓ 28 രൂപ എനിക്ക് വയ്യ. അപ്പൊ ലസർക്ക് എന്നാ പിന്നെ ഉള്ളതെല്ലാം അങ്ങോട്ട് അയച്ചേര്. അല്ല ഇനിയിപ്പം പ്രസവത്തിന്റെ ചെലവ് 28 കെട്ട് ആൾക്കാരെ വിളിക്കണം, കാശ് ചെലവുള്ള പണിയാണത്. കാര്യം പണിക്ക് പോകാത്തോണ്ട് നമ്മൾ വേണം കൊടുക്കാൻ. അത് ഒന്നിനും പോകാതെ ചുമ്മാ വീട്ടിൽ കുത്തിരിക്കുന്ന ആളല്ലേ. അപ്പൊ കാശ് അറിഞ്ഞ് വേണം ചെലവാക്കാനായിട്ട്. ഈ തരുന്നത് ഓവറായിട്ട് ചെലവാക്കി കൂട്ടുകാർക്ക് കള്ളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തീർത്ത് കളയരുത്. അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് നടക്കുന്നു. അടിപൊളി. ചെല്ലപ്പം വന്നതിന്റെ ഒരു ഐശ്വര്യമേ. പിന്നെ ഐശ്വര്യം പെങ്കുഞ്ഞല്ലേ? അപ്പൊ ഉഷാറാവട്ടെ. ഇനി ഐശ്വര്യങ്ങൾ മാത്രമായിട്ട്. അടിപൊളി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ബാലചേട്ടാ ഇത്രയും നേരം വലിയ ആൾക്കാരുടെ സ്കിറ്റിലെ കണ്ടേ, ചെറിയതുകളുടെ സ്കിറ്റ് കാണാൻ ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പോഴൊക്കെ ഏത് പാക്കേജിലെ കോമഡി വരണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ എല്ലാ പാക്കേജിലും എല്ലാ സൈസിലും കോമഡി ഉണ്ട്. എല്ലാം മാത്രമല്ല ബാല വന്നുകൊണ്ട് ആ പേരുമായിട്ട് സാമ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് അവരെ ബാലചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുവോ? അത്രേ ഉള്ളൂ. ബാലചേട്ടൻ വേണ്ടി സ്പെഷ്യലി നമ്മൾ ഒരു ടീമിനെ ഇറക്കിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ബാലാമണി, ആരിദത്തൻ ആൻഡ് തീർത്ഥ. എടി മഹിളാമണി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. എന്റെ തലയടിച്ച് പൊട്ടിച്ചവള് അവള് വീട്ടിനകത്ത് കയറിയിരിക്കുന്നു. ഇറങ്ങണി വെളിയില്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദക്ക് പറയണം, അല്ലാതെ ഇവിടെ കിടന്ന് ഒച്ച വെച്ചോണ്ടല്ലോ. ഒച്ച വെച്ചാ നീ എന്നാ ഇവിടെ? നിങ്ങളുടെ നാക്ക് ഞാൻ പിഴുതെടുത്ത് റബ്ബർ ഷീറ്റിന്റെ പാലിൽ തൂക്കോടി. എന്ന് എനിക്കതൊന്ന് കാണണമല്ലോ. നിന്നെ ഞാൻ തള്ളേ, എന്റെ പറമ്പിലെങ്ങാനും നിങ്ങളുടെ ഈ വൃത്തികെട്ട കാല് കുത്തിയ ഞാൻ വെട്ടി എന്നെ പട്ടിക്കിട്ട് കൊടുക്കും. ഇവള് വെട്ടി എരിയെന്ന് പറഞ്ഞ അരിയും, അതുകൊണ്ട് അടുക്കണ്ട. എടി നിന്നെ ഞാനിപ്പോ വെറുതെ വിട്ടിരിക്കുന്നു. പൊക്കോ പൊക്കോ. ഇങ്ങോട്ടോക്ക്. ഞാൻ നിക്കുന്നത് എന്റെ പറമ്പിലാ. എന്റെ പറമ്പിൽ കേറി എന്നെ തല്ലാൻ ധൈര്യമുള്ള ആരെങ്കിലും നിന്റെ അടുത്തുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടി നീ ഇങ്ങോട്ട്. വരുന്നുണ്ടീ, ഇന്നെന്റെ കൊച്ചനെ ഞാൻ വരുന്നുണ്ടീ. അയ്യോ, കൊച്ചവനായാലും വലിയവനായാലും ഈ മഹിളാമണി ആരെന്ന് കാണിച്ചു കൊടുക്കാടി. കാണിച്ചു കൊടുത്തടി പോടി. കേട്ടിട്ടുണ്ടോടി നീ? കോട്ടയം നഗരത്തെ കിടുകിടാ വറപ്പിച്ച കോട്ടയം കുഞ്ഞുഞ്ഞ്. വെട്ടാൻ പറഞ്ഞാ വെട്ടും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. കുറച്ചുവിട്ടുകാരനാണോ? അല്ല, നീ നേരിട്ട് കണ്ടങ്ങ് അറിഞ്ഞാ മതി കേട്ടോ. കോട്ടയം ചന്തയിലെ 10-16 പേരെ ഒറ്റയ്ക്ക് അടിച്ച് താഴെയിട്ടവനാ. എടി വല്ല പൊടിപ്പിള്ളാരായിരിക്കും, ചിലക്കത് പോടി ഒന്ന്. എടി പോടി അവിടുന്ന്. അവൻ എന്തായാലും ഇന്നെത്തും. ഈ വേലിങ്ങി പൊളിച്ചു തന്നേച്ചേ. അതിങ്ങി തന്നേച്ച് നീ എവിടാന്ന് വെച്ചാ ഓടി രക്ഷപ്പെടാൻ നോക്ക്. പോ. എടി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ആങ്ങളമാരെ വിളിക്കുവടി. അയ്യോ വിളിക്കല്ലേ പ്ലീസ്, എനിക്കങ്ങ് പേടിയാ. അയ്യോ ഞാൻ വിളിച്ചോളാം. പോടിപ്പോ. എടി പൊട്ടത്തി, നീ ഉപ്പ് കണ്ടൻ ചട്ടമ്പിളന്ന് കേട്ടിട്ടുണ്ടോടി? മരയോണ്ടേ ഉപ്പ് കണ്ണൻ തല്ലുകൊള്ളികളെന്ന് കേട്ടിട്ടുണ്ട്. പോയി കണ്ണാടി നോക്കി വിളിയടി. പോടി. എടി എന്നാ ഞാൻ അവരെ വിളിക്കാൻ പോവാ. വിളിച്ചോ. നമുക്ക് കൊള്ളുവാണോ കൊടുക്കുവാണോ നേരിട്ട് കാണാവടി. അവര് വന്നോട്രീ. കുഞ്ഞുഞ്ഞിന്റെ കൈത്തരിപ്പ് മാറ്റാൻ 4 തടിമാടന്മാര് വരുന്നത് നല്ലതാ. ആണ്. എന്റെ പറമ്പിലെങ്ങാനും തുപ്പിയാ നീ എന്നാ ഇവിടെ? ഇനി തുപ്പി ഞാൻ. എടി പോടി അവിടുന്ന്. കുഞ്ഞുഞ്ഞ് ഇവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഒടിക്കാതെ ഞാൻ ഇനിയും ജലപാനം ചെയ്യില്ല. ഇത് സത്യം സത്യം സത്യം. അന്ന ഈ തള്ള ഇവിടെ വെള്ളം ഇറങ്ങാതെ കിടന്ന് ചാവത്തേ ഉള്ളു. കോട്ടയം കുഞ്ഞുഞ്ഞ് വന്നേ. കോട്ടയം നഗരത്തെ കിടുകിടാ ഉറപ്പിച്ച കോട്ടയം കുഞ്ഞുഞ്ഞ് വന്നേ. പട്ടിയെ പേടിച്ച് പന്തളത്ത് വന്നപ്പോ അവിടെയും പട്ടിയുടെ പന്തം കൊളുത്തി പോടാന്ന് പറഞ്ഞതുപോലെ ആയല്ലേ. എന്റെ കർത്താവേ, നിന്റെ തിരുവിഷ്ടം അങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ. സ്ഥലത്ത് സ്ഥിരം കാണുന്ന ചാവാലി കുട്ടുവാണെന്ന് തോന്നുന്നു കിടന്ന് കുരയ്ക്കണത് കണ്ടിട്ട് കൈ ധരിക്കുന്നു. കുഞ്ഞനാമേ, ഇവിടെ നിറയെ പട്ടികളാണല്ലേ. അങ്ങനെ ഒരു പട്ടി ഒതുക്കാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പട്ടി ഒതുക്കാനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? പോടെ പൊട്ട എഴുന്നേറ്റ്. വേണ്ട, അവിടെ ഒരു വഴി കണ്ടായിരുന്നു. ആ വഴിയിലൂടെ വേണം നമ്മുടെ വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട്. ഇവിടെ താമസിക്കുന്ന കുരുത്തം കെട്ടവള് ആ വഴിയുടെ 3/4 ഭാഗം കൊണ്ടൊന്ന് വേലി കെട്ടി അടച്ചേക്കുവാ. ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നേ അവൾ എന്റെ തല അടിച്ച് അങ്ങ് പൊട്ടിച്ചു. എന്റെ കൊച്ചു ചെറുക്കനെ കള്ളക്കേസി കുടുക്കി. അപ്പൊ ഇനി ആ വേലി പൊളിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളല്ലേ? അത് പറഞ്ഞ അവക്ക് മനസ്സിലായല്ലടാ. എങ്കിൽ കോട്ടയം കുഞ്ഞുന്നിന്റെ ഭാഷയിലൊന്ന് പറഞ്ഞു നോക്കാം. 1 or 10 പറ, പക്ഷെ അവള് കേൾക്കുകയല്ല. ചെവിക്കത്തല്ല പഞ്ഞിയും തിരികെ വെച്ചിരിക്കണം. ഒന്നും തിരികെ വെച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നാക്കിന് 1.5 കിലോമീറ്റർ നീളമുണ്ട്. അത് കത്തറയ്ക്ക് മോടയാ. എനിക്കതൊന്നും തീർത്തു കൊടുക്കണമല്ലോ. എടാ എന്നതാടാ തീർത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങ് ഓടിച്ചു പോവാണോ? പോയി തല്ലടാ. അയ്യോ, ഞാൻ ഓടിപ്പോയതല്ല,
കോട്ടയം കുഞ്ഞു ഒരു പരിപാടി ഏറ്റു കഴിഞ്ഞാലേ ഒരു 1.5 മണിക്കൂറത്തേക്ക് കോട്ടയം കുഞ്ഞുവിന്റെ പ്രകടനമാണ്. എടാ നിർത്തടാ, എനിക്ക് തല ഇറങ്ങുന്ന എന്നതാടാ ഇത്. പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ 30 വാട്ടി മുട്ട മസ്റ്റാ. എന്നതാടാ? അപ്പൊ പല്ലുതേപ്പും കുളിയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടെന്ന്. പ്രാതലിനും പുട്ടും മുട്ടയും പിന്നെ ഒരു കൊട്ടയും. കൊട്ട എന്നാത്തിനാടാ? അതിനകത്ത് 10-30 തേങ്ങ വെച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. എന്തിന്? തലയ്ക്കൊരു എക്സസൈസ്. ഇതിലും ഭേദം തലയ്ക്ക് ചുറ്റും നെല്ലിക്കാത്തളം വെച്ച് കെട്ടുന്നതാ. പിന്നെ ഉച്ചയ്ക്കൊരു കോഴി വേണം. കോഴിയൊക്കെ മേടിച്ചു തരാം, പക്ഷെ നിന്റെ കോഴിത്തരം ആദ്യം ഇവിടെ ഇറക്കായിരുന്നാ മതി. പിന്നെ രാത്രി ഞാൻ ലൈറ്റ് ആയിട്ട് കഴിച്ചോളൂ, കഞ്ഞിയും പേരും. അത് പിന്നെ ഒപ്പിക്കാവുന്നല്ലേ ഉള്ളു. പിന്നെ മട്ടൻ, കുറച്ച് മട്ടൻ വേണം. 5 ബെറോട്ട വേണം. പിന്നെ കിടക്കുന്നതിന് മുമ്പ് 2 ഗ്ലാസ് പാല്, അതും ബദാം ഇട്ടത്. എടാ എന്നതാടാ ഇത്? ഞാനിപ്പോ നിനക്ക് വേണ്ടിട്ട് ഒരു തട്ടുകട തന്നെ തുടങ്ങണമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് നിനക്കെപ്പോഴാടാ ഇടിക്കാൻ പോവാ സമയം? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതേ കോട്ടയം കുഞ്ഞിന്ന് പരിപാടി തുടങ്ങാമോ? എന്താന്ന് വെച്ചാ ചെയ്തുതരാ. നീ അവളെ ഒന്ന് ഒതുക്കി തന്നാ മതി. എന്നതാടാ? ചോര കണ്ടറപ്പ് മാറിയവനെന്ത് പേടിയും പറയലും കുഞ്ഞനാമേ. ഇന്ന് നോക്കിക്കോ, ഇവിടെ ചോരപ്പടം ഒഴുകും. അവളെ പേരെന്തിര്? മഹിളാമണി. അവളെ വിളി. എടി മഹിളാമണി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി മഹിളാമണി ഇറങ്ങി വാടി. മഹിളാമണി ഇങ്ങ വാടി. തമിഴ് മഹിളാമണി ഉപ്പിട്ട് തെലുങ്ക് മഹിളാമണി ഇതാവോ? ഹിന്ദി 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 ഹിന്ദി. എടി മഹിളാമണി എവിടെയാണ് നിന്റെ ആങ്ങളമാര്? അവന്മാരെ പേരെന്തിരായിരുന്നു? മാത്തനോ പോത്തനോ ആരാ? ഉപ്പുകൊണ്ട് തല്ലുള്ളികളെ ഇറങ്ങി വാടാ. അവിടെ ഇല്ലെന്ന് തോന്നടാ. അതറിഞ്ഞിട്ടാണ് വിളിച്ചേ. അല്ല എടി ഇറങ്ങി വാടി. നീ എന്താ എന്നോ നോക്കിക്കൊണ്ടിരിക്കണേ? ഇറങ്ങി വാടി. എടി മഹിളാമണി, എന്റെ കൊച്ചനെ തന്നെ ഇങ്ങി വന്നടി. അവൻ ബാക്കി ഇരുന്ന് എക്സസൈസ് ചെയ്യുവാ. എക്സസൈസ് അങ്ങോട്ട് ചെല്ലടാ. എടാ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടാ? ഓർമ്മ ഇട്ടാമല്ല, മുദ്ര ഉണ്ടോ? ശൗങ്കളൊക്കെ കൊടുത്തോലെ. ചിലപ്പോ ഇനി നിനക്ക് ഓർമ്മ വരും. എന്റെ ചെറുക്കനെ തല്ലുന്നോടി. തല്ലടാ. ചുമ്മാ എടാ തല്ലടാ. വേണ്ട, നിന്റെ ചേച്ചി അവിടെ പറയുന്ന അവളെ തല്ലടാ. ചേച്ചി ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തു. ഞാനൊരു വ്രതത്തിലാണേ. എന്നാ വ്രതം? സ്ത്രീകൾ ഉപദ്രവിക്കാൻ പാടില്ല. ദേ അവൻ വ്രതത്തിലായോണ്ട് മാത്രം നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാ മതി. എത്ര ദിവസത്തേക്കാടാ മോനെ ആ വ്രതം? അതൊരു 5 കൊല്ലം കാണും. അപ്പൊ അവളെ കണ്ടപ്പോ നീയും ഭയന്നു പോയല്ലേ? ചവിട്ടാ. അവിടെ ചവിട്ടാ. നിന്റെ ചേച്ചി അവിടെ പറയുന്ന അവളെ ചവിട്ടാ. കാല് പൊങ്ങൂല. അവൻ ചവിട്ടില്ല. അവൻ എങ്ങാനും ചവിട്ടാൻ കാല് പൊക്കിയ അവന്റെ 2 കാല് ഞാൻ ഇവിടെ വെട്ടിയിടും. എന്റെ 2 കാലും തള്ളിട്ടാ പിന്നെ ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യും. ചേച്ചി വീട് പണി നടന്നാ പോരെ? മതി. ആ സാധനങ്ങളെല്ലാം തലച്ചുമടാറ്റി ഇതുവരെ കൊണ്ടുവരാം. വെറുതെ എന്തിനാ ഒരു വഴക്ക്? ചേച്ചിയുടെ മാനം കെടുത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. അവൻ ഒന്നും ചെയ്യില്ല. പണ്ട് എന്റെ കഴുത്തിലൊരു താലിയും കെട്ടി എന്റെ സ്വർണ്ണം പണമൊക്കെ എടുത്തോണ്ട് പോയത് ആരെന്നറിയോ? ദേ ഇവൻ. അന്തിമം വന്നതേ കോട്ടയംകാരൻ കുഞ്ഞുനായിട്ടൊന്നും അല്ല, പിന്നെ പോത്തുകച്ചവടക്കാരൻ ബെല്ലാരി രാജയായിട്ടാ. അന്ന് ഞാൻ ഒളിവിലായിരുന്നു. ദേ ഒന്നല്ലെങ്കിൽ അവൻ അന്ന് കൊണ്ടുപോയ എന്റെ സ്വർണ്ണം പണമൊക്കെ എനിക്ക് ഇപ്പൊ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇനിയുള്ള കാലം എന്റെ കൂടെ ജീവിക്കണം. തള്ളേ മഹിളാമണി നീയായിരുന്നാ? പെണ്ണെ എനിക്ക് നിന്നെ മനസ്സിലായില്ല കേട്ടോ. ചാച്ചി നമുക്ക് ഈ പെണ്ണിനെ എനിക്ക് നേരത്തെ അറിയാന്ന്. നമ്മൾ ഇനി ജോയിന്റ് ആയ സ്ഥിതിക്ക് നമ്മളെ കല്യാണം ഒന്ന് നടത്തി തരണം കേട്ടാ. എടി പെണ്ണെ നീ ഇപ്പൊ ചുന്ദരിയായിട്ടുണ്ട് കേട്ടാ. ചെല്ലക്കിളി. അല്ലപ്പ എന്റെ വേലിയുടെ കാര്യം? അതെ, നമുക്ക് 2 കൂടെ ഒന്ന് വിശദമായിട്ടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിന് എന്റെ കൂടെ മുതലാണല്ല. കുഞ്ഞൂഞ്ഞേ എന്റെ കുഞ്ഞനാമേ, ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ 3 പേരും ചേർന്ന് ആ വേലി അങ്ങ് പൊളിക്കുന്നു. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ട്? നീങ്ങി വന്നേ. നീ എന്റെ കുഞ്ഞൂഞ്ഞിന്റെ പെണ്ണായ സ്ഥിതിക്ക് ഇനി നീ അങ്ങോട്ടല്ല, പകരം ഇങ്ങോട്ട് വാ. എടാ നിന്നെ ഇനിയും പ്രത്യേകം ക്ഷണിക്കണോ? എനിക്ക് നാണാവുന്നു. അയ്യടാ വാടാ. തിരുവനന്തപുരത്ത് നിന്നുള്ള കോട്ടയം കുഞ്ഞച്ചൊരു നല്ല കൈഡി. സാധാരണ നമ്മളിവിടെ വലിയ ടീമുകളോടാണ് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ ഐറ്റങ്ങൾ തപ്പിയെടുത്ത് കൊണ്ടുവരണമെന്ന്. പക്ഷെ കുഞ്ഞു കുട്ടികൾ വരെ അതിന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആ ശ്രമിച്ചത് കാര്യം 1-2 പടത്തിലെ സാധനങ്ങൾ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ പോലും അത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒരു ടെമ്പോ നഷ്ടപ്പെടാതെ തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ മീറ്ററിൽ തന്നെ നിന്ന് കളിച്ച മിടുക്കനായ ഒരു ടീമാണ് നിങ്ങൾ. നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടിങ്. ഇതിലിപ്പോൾ ആരെ ഒരാളെ ഒന്ന് ഉയർത്തി പറയണമെന്ന് നോക്കാനായിട്ടില്ല. 3 പേരും കട്ടക്കായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു നസീർക്ക. ബാലച്ചേട്ടാ 3 പേരും ഒന്നിന് കുറവില്ലെന്ന് പറയില്ലേ? ഐ സോ എൻ എക്സ്ട്രാഡിനറി പെർഫോമൻസ്. എക്സ്ട്രാഡിനറി. ഈ ആര്യദത്തൻ എനിക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ തോന്നും.
ചിലപ്പോൾ ഞാൻ പറയും ഇത് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡാൻസറാവും, ഇല്ല ഫ്യൂച്ചറിൽ ഒരു നടനാവും. ഇന്ന് എനിക്ക് എന്തോ തോന്നുന്നു നീ ഫ്യൂച്ചറിൽ ഒരു നടനായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ കോംബോ അല്ലേ ഫസ്റ്റ് തുടങ്ങിയ ആ ടെമ്പോ, ഇവங்க രണ്ടുപേരും തുടങ്ങി വെച്ചത് അത് എൻഡ് വരെ ഇവ തകർത്തു. പക്ഷെ എൻഡ് വരെ 3 പേരും മത്സരിച്ച് അത് വിജയമായി. ഈ പ്രായത്തിൽ ഇവർക്ക് ഇത്രയും ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് എവിടെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വേദിയിൽ ഇപ്പോൾ ഈ നിമിഷം ഒരു കാര്യം പറയാം, നിങ്ങളുടെ ടാലൻറ്റ് കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട്, ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ഡോക്ടറാവാം, ഒരു സയൻറ്റിസ്റ്റ് കൂടെ ആവാം, എഞ്ചിനീയർ ആവാം. പക്ഷേ ഒരു കലാകാരനാവണമെങ്കിൽ അത് രക്തത്തിൽ വേണം. അത് ദൈവം നിങ്ങൾ ജനിക്കുമ്പോഴേ ആ ടാലൻറ്റ് തന്നിരിക്കുന്നു. മാക്സിമം യൂസ് ചെയ്യുക, വലിയ വലിയ ലെവലിലേക്ക് പോവുക. നമുക്കൊക്കെ ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കാം കേട്ടോ. നമ്മളെയൊക്കെ മറക്കും. താങ്ക് യു ബാലചേട്ടാ. ഷാജൻ ചേട്ടാ, ഉഗ്രൻ സ്കിറ്റായിരുന്നു മക്കളെ, അടിപൊളിയായിരുന്നു. കാര്യം നമ്മൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതല്ല. നിങ്ങൾ ചില സ്കിറ്റുകൾ നന്നാക്കും, ചിലപ്പം കുറച്ച് താന്നുമായിരിക്കും. നമ്മുടെ സന്തോഷം അതൊന്നുമല്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകൾ നമ്മുടെ പിള്ളേരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഉഗ്രൻ ഹാപ്പിനെസ് ആണ്. അടിപൊളിയായിരുന്നു നിങ്ങളുടെ 3 പേരും. ആദ്യം മുതൽ നിങ്ങൾ രണ്ടുപേരുടെ വഴക്കും കാര്യങ്ങളും ഒക്കെ നമ്മളെ അവിടെ എത്തിച്ചു. ആ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ആരിതത്തൻ, നീ എന്തൊരു പൊളക്കുന്നു, നീ ഇത് എന്തിരി ഭാവിച്ചാണേ, നീ പറയടേ, നീ എന്തിരി ഭാവിച്ച്. കലക്കനായിരുന്നു ചക്കരെ. നിങ്ങൾ 3 പേരും ഉഗ്രനായിരുന്നു, നന്നായിട്ട് ചിരിച്ചു, അടിപൊളി സ്കിറ്റായിരുന്നു. ഇനി ഒരിക്കലും ഇതിൽ താഴോട്ട് പോകരുത്, മേലോട്ട് വരണം. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഒരേ സംസാര ശൈലി 2 ക്യാരക്ടേഴ്സിനെ പിന്നെ അവതരിപ്പിച്ച ആയുധത്തിന് എല്ലാവർക്കും കൂടെ ചേർത്ത് സ്പെഷ്യൽ കാശ് കൊടുക്കണം കേട്ടോ. അതെ, സത്യമാണ്. ആദ്യം ബാലചേട്ടൻ തുടങ്ങാം. എത്ര മാർക്കാണ് കൊടുക്കണേ? എൻ്റെ ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, കാശ് ചോദിച്ചോണ്ട് കൊഞ്ചം കമ്മി പണ്ണ്. അതെ അതെ, ഇപ്പൊ അധികം കമ്മി പണ്ണാതെ യഥാവത് കോടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2000 രൂപ ഇപ്പൊ 14 കൊടുക്കാം. എൻ്റെ പടത്തിൽ എന്താ അഭിനയിക്കുമ്പോൾ കൊഞ്ചം കമ്മി പണ്ണണം. ഓക്കെ, അപ്പൊ ഇപ്പൊ 14,000 രൂപ. ഫസ്റ്റ് ടൈമാണല്ലേ ആദ്യം ഇങ്ങനെ കൊടുക്കുന്നത്. രണ്ടാമത് ഷാജൻ ചേട്ടാ എത്ര? 14 കൊടുത്തതിക്ക് ഞാൻ ഒട്ടും ഒരുപാട് കുറയ്ക്കുന്നില്ല, ഞാനൊരു 10 മാർക്സ് കൊടുക്കുന്നു. 24 മാർക്കായി, അതായത് 24,000 ആയി. നസീർക്ക് നല്ല അഭിപ്രായം പറഞ്ഞ നല്ല മാർക്ക് തരാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ചിരി കണ്ടോ നസീർക്ക്? സാധനം കൂടെ. 40,000. കരഞ്ഞു തീർക്കരുത്. 50, 75 അടിക്കുമ്പോ കരയാനുള്ള നമുക്ക് 40 കരയരുത്. ഓക്കെ, ഇത് ഹയസ്റ്റ് അല്ലേ? ഇപ്രാവശ്യത്തെ സ്കൂൾ ഉറപ്പ് കനക്കുമല്ലോ. നീ ഇവിടുന്ന് താഴോട്ട് പോരുത്, മുകളിലോട്ട്. ഓക്കെ, ജയ് ജിഞ്ചോ, ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ എടുക്കട്ടെ. പിന്നെ കോമഡി ഒന്നും പറയണ്ട, സ്റ്റാൻഡപ്പ് അല്ലേ? സ്റ്റാൻഡപ്പ് ആളെ വിളിക്ക്. കൊടുങ്ങല്ലൂരിന്ന് കാവ്യ. ലെറ്റ്സ് വെൽക്കം കാവ്യ. വെൽക്കം ബാക്ക്. താങ്ക് യു. ഉഷാറല്ലേ? പുതിയ കഥ, പുതിയ പരിപാടികൾ അല്ലേ? നേരെ അങ്ങ് കേറാം. അത് കേട്ടിട്ട് ബാക്കി നമ്മുടെ കാവ്യല്ലേ തുടങ്ങാൻ പറങ്ങോട്ട്. നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. എന്നാലും ഒരു സുഖമല്ലേ എന്ന് ചോദിച്ചു. സുഖമല്ലേ കാവ്യ? സുഖാണ്. നല്ല കോസ്റ്റ്യൂം കേട്ടോ. താങ്ക് യു. തുടങ്ങിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹായ് ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ്, ഒഫീഷ്യൽ 96 മോഡൽ, മെയ്ഡ് ഇൻ കുന്നംകുളം. കയ്യടിച്ചു. ഇന്നത്തെ എന്റെ കണ്ടന്റില് പിച്ചുണ്ടതി, തിക്കുണ്ടതി, ഇറുണ്ടതി, 4ാമത്തുണ്ട് എന്ത് എങ്ങനെ ഞാൻ മറന്നുപോയി. ഇതെല്ലാം ഉണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ സ്നേഹം, ഒരുമ, ഒത്തൊരുമ, ഇതെല്ലാം ഉണ്ട്. നസീർക്ക, ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കേലും കിടക്കാന്നുള്ള ചൊല്ലി കേട്ടിട്ടുണ്ടാ? ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ടെക്നിക്കലി അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോരം സ്നേഹം ഉണ്ടെങ്കിലും 3 പേരോട് ഒരു കട്ടിലിൽ പോലും ഇപ്പൊ കിടക്കാൻ പറ്റില്ല. ഒരു വീടിന് അടുക്കള നിർബന്ധ, അതുപോലെ ഒരു റൂമിന് കട്ടില് മസ്റ്റാ. അപ്പൊ ബാലസേട്ടാ, നാട് ബാലച്ചേട്ടൻ, ഷാജോൻ ചേട്ടൻ, നമ്മൾ എല്ലാവരും കിടക്കുന്ന കട്ടിലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എവിടെ ഒരു ബെൽറ്റ് ആയിട്ട് കെട്ടിട്ട് കിടക്കണോ? തിരിച്ചു പറഞ്ഞാൽ പെടും.
എന്താണ് കട്ടിൽ എന്നറിയോ? ഒരു ബലമുള്ള ചട്ടവും അതിനു മുകളിൽ നിരപ്പായ പലകയും അതിനെ സമഗ്രമായ രീതിയിൽ ഉയരത്തിൽ താങ്ങി നിർത്താവുന്ന 4 കാലുകളും ചേർന്നതാണ് കട്ടിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കട്ടിലൊക്കെ അങ്ങനെയല്ല. കട്ടിലേതാ സോഫ ഏതാന്ന് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കട്ടിൽ കിടക്കണത്. എന്തിനധികം പറയുന്നു, പരവതാനി വിരിച്ചിടാൻ പറ്റിയ പോലത്തെ കട്ടിൽ വരെ ഇപ്പൊ ഉണ്ട്. മാത്രമല്ല പണ്ട് ഈ പഴമ്പായൊക്കെ ആയിരുന്നു മടക്കി ചുരുട്ടി മുകളിലെടുത്ത് വെക്കാൻ പറ്റിയിരുന്നേ. ഇപ്പൊ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ മടക്കി ചുരുട്ടി ബാഗിൽ കൊണ്ടുപോകാൻ പറ്റിയ കട്ടിലടക്കം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ തവണത്തെയും പോലെ ഈ കണ്ടന്റ് എടുത്തപ്പോഴും നൈസായിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലത്തെ അബദ്ധമൊന്നും പറ്റിയില്ല. അമ്മച്ചി നേരെ എന്നെ വിക്കിപീഡിയയിലോട്ട് വിട്ട്. അപ്പോഴാണ് ഷാജോൻ ചേട്ടൻ എനിക്കൊരു സത്യം മനസ്സിലായത്. ഇപ്പത്തെ കട്ടിലൊന്നും അല്ല ശരിക്കുള്ള കട്ടില്, പണ്ടത്തെ കട്ടിലാണ് കട്ടില്. സപ്രപഞ്ചം തുടങ്ങി പുഷ്പക വിമാനം വരെ വന്ന്. മാത്രമല്ല പണ്ടത്തെ ഈ രാജാക്കന്മാരൊക്കെ ഇല്ലേ ഔഷധ സസ്യങ്ങളുടെ കലവറയും കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ് അത്ര കിടന്നിരുന്നത്. പോരാത്തതിന് സ്വർണ്ണക്കട്ടിലും. ഇതൊക്കെ കേട്ടപ്പ ഈ വിക്കിപീഡിയ എന്താന്ന് പോലും അറിയാത്ത അപ്പുറത്ത് ഉണ്ണിച്ചേട്ടന്റെ പീഡിയ മാത്രം അറിയണം എന്റെ അച്ഛമ്മ. സ്വർണത്തിന്റെ കട്ടിലാ, ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലാന്ന്. സ്വർണത്തിന്റെ കട്ടില്. തെങ്ങിന്റെ കട്ടിലുണ്ടായിട്ട് വരാം മക്കള് 12. തെങ്ങിന്റെ ആയതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടപ്പുണ്ട്. സ്വർണത്തിന്റെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഒന്നില്ലേ തറ അല്ലെങ്കിൽ തറയ്ക്ക് കീഴെ പണ്ടേ പോയിരുന്നു. അച്ഛമ്മയുടെ കാര്യം പറയുകയാണെങ്കിലേ അച്ഛമ്മയുടെ ജീവിതത്തിൽ കട്ടിലൊരു അവിഭാജ്യ ഘടകമാണ്. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അലമാരിയൊക്കെ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക കട്ടിലിന്റെ അടിയിലായിരിക്കുള്ളൂ. അച്ഛമ്മയ്ക്കാണെങ്കിൽ ആരെങ്കിലും വന്ന് 100-200 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ കിടക്കയുടെ അടിയിൽ വെച്ചില്ലെങ്കിൽ എന്തോ സമാധാനക്കേടാ. അതിപ്പോ മണിച്ചിത്രത്തായിട്ട് പൂട്ടാൻ പറ്റിയ സേഫ് ലോക്കർ വീട്ടിലുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അത് അതിന്റെ അടിയിൽ തന്നെ വെക്കണം. പിന്നെ ഒരു ശരാശരി മലയാളിയുടെ വീട്ടിലെ കിടക്കയുടെ അടിയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? കുറിബുക്ക്, പഴയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കവറ്, അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തുടങ്ങിയുള്ള എക്സ്റേ റിപ്പോർട്ടുകൾ. എന്റെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ രാത്രി കാലങ്ങളിൽ കുറച്ച് ഐറ്റംസ് കൂടെ കൂടുതൽ വരും. കത്തി, വാക്കത്തി, ചൂല്, കോടാലി വെക്കാൻ പറ്റുമെങ്കിൽ കോടാലിയും വെക്കും. ഇതൊക്കെ എന്തുകൊണ്ടറത്തിനാണ് എന്റെ കട്ടിലടി കൊണ്ടുവന്ന് വെക്കണേന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും കുട്ടി പേടിക്കാതിരിക്കാനാണെന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ പാലച്ചേട്ടാണ് ആണെന്താ പൊട്ടനാ. പുള്ളിക്കാരി ഒരു ദിവസം ഇതുപോലെ തന്നെ അന്തം കുന്തൂല്ലാത്ത കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയൂട്ടാ. ഒരു സുമർത്തിരുന്ന് പറയാണ് കാഞ്ഞിരത്തിന്റെ കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ ആയുസ് കൂടുന്നു. ഇത് കേട്ടിട്ട് എന്റെ ഇളയച്ചൻ മണ്ടൻ കാഞ്ഞിരം വെട്ടാൻ പോയി. മരം മുറിക്കണേന്റെ ഇടയിൽ കാഞ്ഞിരത്തിന്റെ ആ ചില്ല കൊണ്ട് ഇവിടെ അടിച്ച് പുള്ളി സ്പോട്ട് ഡെഡ്. ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത 101 വയസ്സ് അച്ഛമ്മ സ്റ്റിൽ നോട്ട് ഔട്ട്. അതിന്റെ തെങ്ങിൻതടിയുടെ ഗുണമാണ് അച്ഛമ്മയുടെ നാവിന്റെ ഗുണമുണ്ടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വെക്കേഷൻ ഞങ്ങൾ ഒരു ടൂർ പോയിട്ടാ. അച്ഛമ്മ പണ്ടത്തെ കളരിയാണേ. ടൂറ് പോയി പുള്ളിക്കാരിക്ക് നൈസായിട്ട് ക്ഷീണം വന്നു. നേരെ ബെഡിലോട്ട് ഒരു ഒറ്റച്ചാട്ടം. റബ്ബർ പന്ത് തെറിച്ചു പോണ പോലെയാണ് തുറന്നു കിടന്ന ജനലേ കൂടെ പുള്ളിക്കാരി സ്വിമ്മിംഗ് പൂളിലോട്ട് പോയത്. ഇപ്പത്തെ കട്ടില് മറ്റേ സ്പ്രിംഗ് ബെഡ് ആയിരുന്നേ. ഈ സ്പ്രിംഗ് ബെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ കണ്ടുപിടിച്ചു. പണ്ടത്തെ ഈ കയറിന്റെ കട്ടില് കണ്ടിട്ടുണ്ടോ? അത് ഈ കിടക്കുമ്പോഴും ഏകദേശം ഈ ഒരു സെയിം ഫീലാണ് വരുന്നത്. പിന്നെ ഈ പണ്ടത്തെ പ്രതാപം ഉള്ളവർ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ആട്ടുകട്ടില്. എൻ്റെ വീട്ടിലുണ്ട്. വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ 2-3 നട്ടോ ഇതൊക്കെ കൂടി കഴിയുമ്പോൾ അത് കിടന്ന് ആടും. ആട്ടുകട്ടിൽ. പിന്നെ മാത്രമല്ല മ്യൂസിക് കട്ടിൽ. എല്ലാവരും അത് പൈസ കൊടുത്ത് ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ വീട്ടില് പൈസ കൊടുത്ത് കട്ടിൽ വാങ്ങി ഒരു 5-8 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മ്യൂസിക് വരും. ഈ പച്ചമ്മേനെ കുറിച്ച് പറയാനാണെങ്കിലേ നമുക്കൊരു എപ്പിസോഡ് തികയൂല. അതുകൊണ്ട് ഞാൻ ആ സംഗതി വീടാണ് കട്ടില്. ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം മുടങ്ങിയായിരുന്നേ കട്ടിലിന്റെ കേസിൽ. വേറൊന്നുമല്ല, കെട്ടിക്കേറി വന്ന പുതുപ്പെണ്ണിന് ചെക്കന്റെ വീട്ടിൽ കട്ടിലില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. ചെക്കന്റെ വീട്ടുകാർ വിട്ടുകൊടുത്തില്ല. നേരെ പോയി മാനഷ്ടത്തിന് കേസ് കൊടുത്ത് ഏകദേശം ഒരു 10-15 കട്ടിലിന്റെ പൈസ അവളുടെ വീട്ടുകാർ അവന് കൊടുക്കേണ്ടി വന്നു. അവനാണെങ്കിൽ ഇപ്പൊ അതുകൊണ്ടൊരു പുതിയ കട്ടിലും വാങ്ങി സുന്ദരമായിട്ടൊരു പെണ്ണിനെയും കെട്ടി ജീവിക്കുന്നു. അല്ലെങ്കിലും കട്ടിലുണ്ടെങ്കിലേ തൊട്ടിലുള്ളൂ. ഒരു കുടുംബം ഉണ്ടാവുന്നത് കട്ടിലിൽ നിന്നാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കുടുംബ കലഹം ഉണ്ടാവുന്നത് എവിടെ നിന്നാണെന്നറിയോ? സെയിം കട്ടിലിൽ നിന്ന് തന്നെയാ. പല രാത്രി കാലങ്ങളിലെയും കുശുകുശുക്കലുകളുടെയും കുറുകുറുങ്ങലുകളുടെയും ആഫ്റ്റർ എഫക്റ്റ് ആണ് പല വീട്ടിലെയും കുടുംബകലഹങ്ങൾ. പക്ഷെ ദാറ്റ്സ് റാങ്. എൻ്റെ വീട്ടിലെ കുടുംബകലഹത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കട്ടില് തന്നെയാണ്. അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10-43 കൊല്ലം മുന്നേക്ക് എൻ്റെ കൂടെയും വരേണ്ടി വരും. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മയുടെ വീട്ടുകാർ അച്ഛന് കിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അടിക്കുമ്പോൾ ഇപ്പോഴും അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ കട്ടിൽ മേടിച്ച് വീട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. എൻ്റെ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മെട്രോയിലൊക്കെ പോയി വാടകയ്ക്ക് റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടാ ആ അവസ്ഥയാണ് വീടിന്റെ അവസ്ഥ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കട്ടിൽ നമുക്ക് ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ഒരിക്കലെങ്കിലും കട്ടിലിനടിയിൽ ഒളിക്കാത്തവരോ കട്ടിലിന് മുകളിൽ പെടുക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല.
പിന്നെ ഈ കട്ടിലിൽ കയറി ആ തലോണയിൽ എടുത്ത് ആ മൂലയിലോട്ട് മടക്കി വെച്ച് തല ചായച്ച് ഫോണിൽ കുത്തി കിടക്കാൻ അന്തസ് ഫീലാണ്. എങ്കിൽ ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇട്ടുകയാണെങ്കിൽ അടുത്ത ഷെഡ്യൂൾ വരാം. അപ്പൊ ഗുഡ് നൈറ്റ്. കാവ്യ ഉഷാറായിരുന്നു. കട്ടിലിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് ബാലചേട്ടന്റെ എല്ലാവർക്കും പരിചിതമായ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു. ഒന്ന് പറയൂ. This is wrong. Why are you disturbing my peace? ഇല്ല, ഞാൻ കാവ്യ ഐ ഷുഡ് റിയലി അപ്രീഷിയേറ്റ് യു അല്ലേ. ഇങ്ങനത്തെ ഒരു ഒറ്റയടിക്ക് ഒരു കട്ടിലിന് പറയുന്നത് ഒരു സാധനത്തെ എടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് ചെറിയ എളുപ്പം കാര്യമൊന്നുമല്ല. ഡൺ ഇറ്റ് സൂപ്പർലി. എൻജോയ് ഇറ്റ്. രണ്ട് കാര്യമുണ്ട്: ഉണ്ടാക്കിയ കണ്ടന്റ്, പിന്നെ പ്രസൻറ്റേഷൻ, പിന്നെ 2-3 പഞ്ച് ഡയലോഗ്. പിന്നെ എല്ലാത്തിനും മേലെ ഏറ്റവും നല്ല ഒരു കാര്യം പൊട്ടനാ ചുമ്മാ പറഞ്ഞത്. യു സ്റ്റീൽ ദ ഷോ. വളരെ നന്നായിരുന്നു. എൻജോയ് ചെയ്തു കേട്ടോ. ഇന്ന് കെട്ടിലിൽ പോയി ഞാൻ നന്നായി ഉറങ്ങും. താങ്ക് യു ബാലചേട്ടാ. ഷാജിയേട്ടാ. കാവ്യ നന്നായിരുന്നല്ലോ, നന്നായിട്ട് വന്നു. കാര്യം തൻ്റെ ഒരു ബ്രില്യൻസ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇന്ന് ഭാഗ്യത്തിന് ബാല തന്നെ ഇവിടെ വന്നു. അപ്പോൾ ബാലയുടെ ആ ഡയലോഗ്സ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തു. കറക്റ്റായിട്ട് നമുക്കത് കണക്റ്റായി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു ബ്രില്യൻസ് ആണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു വിഷയം ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക, അതെല്ലാം കണക്ട് ചെയ്ത് പിന്നെ തൻ്റെ ഒരു പ്രസൻറ്റേഷൻ എല്ലാം കൊണ്ടും നന്നായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. അസിർക്ക. നല്ല അവതരണ ശൈലി, നല്ല രസമായിരുന്നു കേട്ടോ. കാര്യം കട്ടിലിനെ കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. വീട്ടിൽ ചെല്ലുന്നു കിടക്കുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരുപാട് ഇറങ്ങിച്ചെന്ന് നമ്മൾ തപ്പാറില്ല. അപ്പം കാവ്യ ഇതിന് വേണ്ടിയിട്ട് ഈ കട്ടിലിന് ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ കട്ടിലിനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലെ. സത്യം അല്ലേ? കട്ടിലില്ലാത്ത ഒരു വീടുമില്ല. എന്ത് പറഞ്ഞ ആ പഞ്ച് നല്ലതാണ്. ഒരു പ്രാവശ്യമെങ്കിലും കട്ടിലിനടിയിലും കട്ടിലിൻ്റെ മേലിൽ പെടുക്കാത്തവരാരുമില്ല. സത്യമാണത്. അടിയിൽ ഒളിച്ചില്ലെങ്കിലും മുകളിൽ പെടുക്കാറുണ്ട്. ഒരു തവണയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ട്. അല്ല, എന്തായാലും നന്നായിരുന്നു, നല്ല രസമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതേപോലുള്ള നല്ല നല്ല കണ്ടെത്തലുകൾ, കട്ടിലോ ഇതേപോലുള്ള എന്തെങ്കിലും വീട്ടുപൂർണ്ണമായിട്ട് വീണ്ടും വരിക. താങ്ക് യു നസീർക്ക. അപ്പോൾ സന്തോഷമായി. എല്ലാവർക്കും നമ്മൾ ഒരുപാട് ചിരിച്ചു. ഇതേപോലെ വിഷയമായിട്ട് ഉഷാറായിട്ട് പോയോ കേട്ടോ. ബൈ, ടാറ്റാ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. വിളിക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം അതുൽ, അക്ഷയ് ആൻഡ് വൈഷ്ണവി. ഇന്ന് ഈ ഫയർഫോഴ്സ് ഓഫീസിലെ മംഗളകരമായിട്ടൊരു പരിപാടി നടക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. മാല റെഡി, എല്ലാം റെഡിയായി. ഇനി ആളൊന്ന് ഇങ്ങോട്ട് വന്നാ മതി. ഈ തൊപ്പിയൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാവണം. ഇതിനിപ്പോ ഞാൻ എങ്ങനെ എടുക്കും ദൈവമേ. ആഹാ, എനിക്ക് സർപ്രൈസ് ആയിട്ട് റിട്ടയർമെന്റ് തരാനുള്ള പരിപാടിയോ? എന്നോട് സ്നേഹമുള്ള ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ ദൈവമേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഞാൻ പോയിട്ട് റിട്ടയർമെന്റ് വാങ്ങിട്ട് വരാ. മോനെ വിനു, സാർ ഇത് എവിടെയായിരുന്നു? ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ലേറ്റ് ആവാൻ പാടുണ്ടോ? ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്റെ ഒരു സ്നേഹം എന്താ കാളപ്പൂട്ടോ? അല്ല, സ്നേഹം കാണിച്ചോ? സ്നേഹമാണോ? എന്നാ നമുക്ക് പരിപാടി തുടങ്ങാം. അല്ല, ഇന്ദു വന്നില്ലേ? ഫയർഫോഴ്സിൽ ആദ്യത്തെ വനിതാ ട്രെയിനി ഉണ്ട് ഇന്ദു. 3 ദിവസമായി ട്രെയിനിങ്ങിന് വരുവാ. ഇന്ദു ഇതുവരെ എത്തിയിട്ടില്ല. സാറേ, ബാക്കിൽ ഇന്ദു പോയോടോ? എന്ത് സാറേ ബാക്കിൽ എന്തോന്ന്? അല്ല, ഇന്ദു വരുന്നുണ്ട്. എന്താ നേരം വൈകിയേ? സോറി സാർ. സാരമില്ല, ബാഗ് അഴിച്ചു വെച്ചാ. ഇന്ന് ഇവിടെ ഒരു പരിപാടി ഉണ്ടേ. അതാ സസ്പെൻസ് പൊളിച്ചോ? എന്നാ ഇന്ന് ഇവിടെ ഒരു മാങ്ങയില്ല. അല്ല, അന്ന് പരിപാടി ഉണ്ട്. എന്നാ ഇന്ന് പരിപാടി ഉണ്ട്, കണ്ടോണേ. സാറേ, പരിപാടി തുടങ്ങട്ടെ? ഇട്ടോടോ, ഇട്ടോ ഇങ്ങോട്ട് ഇട്ടോ. ഇന്ദു, വെൽക്കം ടു ഫയർഫോഴ്സ് ഓഫീസ്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല വീണു. അല്ല, എന്റെ ഒക്കെയും പിടിച്ച് നിൽക്കുന്ന വാട്ടത്താറാ തന്നെ. അല്ല, ഞാൻ താങ്ക് യു വീണു. അല്ല, ഇത് എനിക്ക് തരണ്ട. എന്റെ റിട്ടയർമെന്റ് പോകുന്നു. ഞാനിത് താങ്ക് യു വീണു.
താങ്ക് യു സോ മച്ച്. സോപ്പ് പതപ്പിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അലക്കി തുടങ്ങാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? അറിയാലോ, ഞാൻ വന്നിട്ട് 3 ദിവസമായി. ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കണ്ണിലുണ്ണിയായ നാഥനായ രവി സാറ് റിട്ടയർ ആവുകയാണോ? ആ കാലം നിന്നാ പോന്ന്. അയ്യോ, സാറല്ലേ? ഞാനാന്നോ? എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു കോലുമുട്ടായെങ്കിലും മേടിച്ചു തന്നോ? നിങ്ങൾക്കുള്ള ബൊക്കെ മാല ഞാൻ കൊണ്ടുവരാം. വേണ്ട, എനിക്ക് ഇത് മതി. അല്ല, ഈ ബൊക്കെ മാല മതി. അയ്യടാ, ഇത് ഞാൻ തരൂല. ഇതെനിക്ക് വിനു സാർ വാങ്ങി തന്നതാ. വിനു എനിക്ക് മാല വാങ്ങിത്താ. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഈ ചുണ്ടൻ വെള്ളം വെച്ച് കരയല്ലേ, അത് മുങ്ങിപ്പോവും. വിനു സാറേ, ഇവിടെ വല്ല വെടിക്കെട്ട് നടക്കുന്നുണ്ടോ? എന്തോ അല്ല, ഇവിടെ ഒരാളെ ബോംബിന് തിരി കൊളുത്തുന്നു. സാറ് ലീവ്. വന്നു കേറിയില്ല, അപ്പത്തേക്കൊക്കെ ലീവ് വേണം. അല്ല, സാറിന് ഇന്ന് റിട്ടയർമെന്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ലീവ് എടുത്തിട്ട് നാളെ ട്രെയിനിങ് തുടങ്ങിയാലോ? ആർക്കാ ഈ ടാറ്റ കൊടുക്കുന്നേ? ടാറ്റയല്ല, ഇന്ന് ആർക്കും ലീവ് തരുന്നില്ല. ഞാനേ എന്റെ സർവീസ് ലൈഫിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അതൊരു നീലമഷിപ്പന്നോട് വരച്ചാ പോലെ. എന്ത് കിട്ടി? എന്താ സാർ? അല്ല, ഈ ചളി അടിച്ചപ്പോ നിനക്ക് എന്ത് കിട്ടി? എനിക്കത്ര സൂഹിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ട് ഞാൻ വിടുള്ളൂ. സന്തോഷായോ? വല്ലാണ്ട്. ഞാൻ ഇനി ഇവിടെയുള്ള അന്തേവാസികളോടൊക്കെ ഒന്ന് അന്ത്യയാത്ര പറയട്ടെ. വിനു, 3 ദിവസമായി ഞാൻ ഇവിടേക്ക് ട്രെയിനിങ്ങിന് വന്നിട്ട്. എന്നിട്ട് നിന്നോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റിയോ? എന്റെ പൊന്നിന്ദു, എനിക്കറിയാം അയാൾ 5 മണി വരെ ഇവിടെ ഉണ്ടാവുന്നു. എനിക്ക് ഒന്നും കേക്കണ്ട, നീ എങ്ങനെങ്കിലും ഇയാളെ ഇവിടുന്ന് പറഞ്ഞയച്ചേ പറ്റൂ. ഇന്ദു, നീ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോ കുഴിന കണ്ടിട്ടോ എന്ന് പറയുമ്പോ എന്താ ആദ്യമായിട്ട് ഓർമ്മ വരുന്നേ? വീണു കിടക്കുന്നവരെ കുറിച്ച്. കുഴിയിലോ കിണറ്റിലോ കൊക്കയിലോ ഒക്കെ വീണെടുക്കൂലേ, ഓരെ കുറിച്ച് ആലോചിച്ചിട്ട്. രക്ഷിക്കാനുള്ള ത്വര. വെരി ഗുഡ്. താങ്ക് യു സാർ. ഇവിടെ വരുന്നതിന് മുന്നേ ഇന്ദുവിന് വല്ല ഹോബി ഉണ്ടായിരുന്നോ? സാറിന്റെ ഫയർ ഡാൻസ് ഉണ്ടല്ലോ. ഫയർ ഡാൻസോ? അത് തീ കൊളുത്തുന്ന ഡാൻസ് അല്ലേ? ഇത് തീ അണയ്ക്കുന്ന ഡാൻസാ. കാണണോ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് ഇന്ന് റിട്ടയർമെന്റ് അല്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള ടയർമെന്റും ഒക്കെ മതിയായിരിക്കും. എന്നാ അനുഭവിച്ചോ. തുടങ്ങാലേ? മ്യൂസിക്. കണ്ടോ? കണ്ട് 3 ലോകം 6 ഗ്രഹവും ഞാൻ കണ്ട്. വിനു, എവിടെയാടാ? സാർ എണീക്ക്. ഇടി എന്ത് പണിയടി കാണിച്ച്? ചെണ്ടക്കൊരങ്ങനെ ഇരുന്ന് കറങ്ങുന്ന കണ്ടോ? എന്റെ പൊന്നി സാറേ, എണീക്ക്. 2 വിനു. കൃത്യനിർവഹനാവണം. കൃത്യനിർവഹനായി കഴിഞ്ഞാൽ അവിടെ തീ ഇവിടെ പോകാം. അപ്പൊ നമ്മൾ അണയ്ക്കുമല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ദുവിന്റെ ഹോബി. നമുക്ക് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ മലേന്റെ മുകളിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ കയറുന്ന ആളെ നമുക്ക് എങ്ങനെ താഴെ ഇറക്കാൻ നോക്കാം. ഇപ്പൊ ഇരിക്കുന്ന ആളെ കണ്ടോ? നടുവിലിരിക്കുന്ന അയാളെ കണ്ടാ അറിയാം, അത്യാവശ്യം വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ട്. നല്ലൊരു മല കിട്ടിയ ഇപ്പൊ കേറി ചാവും. അയാൾ എന്താ കണ്ണടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നേ? മലയെ കേറുന്നല്ലേ, സൂര്യപ്രകാശം തട്ടായിരിക്കാനാ. അല്ലാതെ ചെങ്കണ്ണുള്ളോണ്ടല്ല. അങ്ങനെ ഈ കേറി നിൽക്കുന്ന ആളെ നമുക്ക് അനുനയിപ്പിച്ച് താഴെ ഇറക്കണം. അപ്പുറത്തെ സാധനം എനിക്കറിയാം. അറിയോ? സാറിന്റെ ബാക്കിൽ വന്നേ. പിന്നു എന്റെ ബാക്കിൽ വാ. തുടങ്ങാലേ? അണിനിരത്താനല്ല പറഞ്ഞത്, അനുനയിപ്പിച്ച് താഴെ ഇറക്കാനാ പറഞ്ഞത്. നമ്മൾ വിളിക്കുന്നത് കേട്ട് അയാൾ ഇറങ്ങി വരണം. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ട്രൈ ചെയ്യാം. വെരി ഗുഡ്. മാറ്. ഇങ്ങനെയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ചാടിയല്ലോ, വേഗം ഇവിടെ എത്താൻ.
എടി, നിനക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ വെറുതെ അല്ലേ? ഞാൻ ട്രൈ ചെയ്തതല്ലേ. എന്നാലേ നിന്റെ ട്രയൽ അയാൾ വീണടി. ഇങ്ങനെ നമ്മൾ പല ട്രെയിനിങ്ങുകളും പഠിക്കണം. സാർ ഈ വെള്ളത്തിൽ വീണ ആരെ രക്ഷിച്ചിട്ടുണ്ടോ? രക്ഷിച്ചിട്ടുണ്ടോന്ന് പണ്ട് ആലുവ പുഴയിൽ തടി ഒഴുകുന്ന സമയം കേട്ടിട്ടുണ്ട്. ഞാൻ എടുത്തങ്ങ് ചാടി. ട്യൂബുള്ളത് കൊണ്ട് ഞാൻ മുങ്ങത്തില്ലേ, ട്യൂബിൽ തല്ലി. ഞാൻ ചാടി തടീനെ കെട്ടിപ്പുടർന്ന് കരക്കങ്ങ് കേറിയതും നാട്ടുകാരെന്നെ വന്നങ്ങ് പൊതിഞ്ഞു. അത് ആശംസിച്ചതായിരിക്കും. ആദ്യം ഞാനും അങ്ങനെയാ കരുതിയത്. പിന്നെ ആശംസ മുഖത്തും നെഞ്ഞത്തും മുതുകത്തും ആയപ്പോ എനിക്ക് മനസ്സിലായി സാറ് പിടിച്ചത് ഒഴുകി വരുന്ന തടിയല്ല, നീന്തൽ പഠിക്കാൻ വന്ന ജാനകേച്ചി. നമുക്ക് CPR എങ്ങനെ കൊടുക്കുന്നു പഠിക്കാം. അയാൾ ഷെയർ ഇടുകയാണെങ്കിൽ ഞാൻ മേടിക്കാം. എന്തോന്ന് അല്ല പെണ്ണെ, CPR. വിനു, CPRന്റെ ഫുൾ ഫോം പറഞ്ഞു കൊടുത്തേ. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. വെരി ഗുഡ്. താങ്ക് യു. എന്തു കിടക്കും, ഞാൻ കൃത്രിമ ശ്വാസം തരാം. അത് വേണ്ട, ഞാൻ സീനിയർ ആണ്, ഞാൻ തരും. അയ്യോ, ഞാൻ ട്രെയിനി അല്ലേ. അത് സാറ് ചെയ്ത് കാണിച്ചണ്ട, എന്നിട്ട് ഞാൻ കാണിക്കാം. കളിച്ച് ഇവിടെ ഇപ്പൊ ഇന്ദുവിന് കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റിയ ഒരാള് എന്ന് പറയുമ്പോ അയ്യോ സാറ് വീണു. അയ്യോ, കറക്റ്റ് സിറ്റുവേഷൻ. 2 CPR കൊടുക്കുമ്പോ ഒരു കൃത്രിമ ശ്വാസം കൊടുത്തോ. 1 2. അയ്യേ, എനിക്ക് റെഡിയായി. ഇല്ല, നിനക്ക് റെഡി ആയിട്ടില്ല. ഇല്ല സാർ, എനിക്ക് റെഡിയായി. ഇല്ല, നിനക്ക് റെഡി ആയിട്ടില്ല. ഞാൻ തരും. എടി, സാർ ഇവിടെ വയറ് വെച്ചിട്ട് അങ്ങോട്ടാ പോയി. മിണ്ടല്ലേ, സാറ് മോളിലുണ്ട്. കൊടുക്ക്. 1 2. അയ്യോ, വിശപ്പുക. മനസ്സിലായി. വിനു, ഇനി നമുക്ക് അടുത്തത് എന്ത് ട്രെയിനിങ് കൊടുക്കാം? ഒരാളെ തലയില് ചെമ്പ് കുടുങ്ങി എങ്ങനെ രക്ഷപ്പെടുത്തുന്നു കാണിച്ചു കൊടുത്താലോ? വെരി ഗുഡ്. നിനക്ക് ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഈ ഓഫീസിൽ നിന്നാണോ? അതെ, ഞാൻ പോയിട്ട് ചെമ്പെടുത്തിട്ട് വരാം. പിന്നു, ഇതാണ് പറ്റിയ ചാൻസ്. അയാളെ തലയിൽ ചെമ്പ് കുടിച്ചിട്ട് നമുക്ക് രക്ഷപ്പെട്ടാലോ? ചെമ്പ് റെഡി. ഇതിലേതാ ചെമ്പ്? ഇത് വിനുവിന്റെ തലയിലിടാം. വേണ്ട, സാറിന്റെ തലയിലിടാം. വിനുവിന്റെ തലയിലിടാം. വേണ്ട, സാറിന്റെ തലയിൽ. വിനു, ഇന്ദു, ഇതൊന്ന് എടുത്തതാടാ. അയ്യോ സാർ, ഞങ്ങൾ ട്രെയിനീസ് അല്ലേ. ഞങ്ങൾക്ക് ഇടാനല്ലേ അറിയൂ, അഴിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് റിട്ടയർമെന്റ് എങ്കിലും താടാ. ഇവിടെ ഇരുന്നേ, കസാര. സാറിനുള്ള പൊന്നാടാ ഇപ്പൊ തരാട്ടോ. സാറിനുള്ള പൊന്നാടാ, സാറിനുള്ള മാല തീർന്നില്ലല്ലോ. സാറിനുള്ള പൊക്ക. എന്തേ ഇന്ത്യ. ആദ്യമായിട്ട് തലയില്ലാത്തൊരു ഓഫീസർ റിട്ടയർ ആവുന്നു. ഇപ്പോഴാണ് ശരിക്കും സാർ റിട്ടയർഡ് ആയത്. പണി അറിയാവുന്ന ഒരു ഫയർഫോഴ്സുകാരനെ വിളിച്ചു പാടാ. ഇപ്പൊ കൊണ്ടുവരേ. നല്ല വ്യത്യസ്തമായ ഒരു ഫയർ സ്റ്റേഷൻ ആയിരുന്നു. നല്ല കൈയടി. അവിടെ നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തന്നു. നമുക്ക് ഷാജോൻ ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ഷാജോൻ ചേട്ടാ, നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. നല്ല രസമായിരുന്നു. പുതിയൊരു പശ്ചാത്തലം, അവിടെ കുറേ നല്ല തമാശകൾ, പുതുമയുള്ള തമാശകൾ, പിന്നെ നിങ്ങളുടെ ഒരു പ്ലേ, അതൊരു ഉഗ്രം പ്ലേ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് എന്താണ് തലകുത്തി മറിഞ്ഞൊക്കെ പോയത്? കൊറേ ചെയ്യും. ആണോ? കാലൊക്കെ ഇങ്ങനെ. ഡാൻസർ ആണ് അവള്. ഡാൻസർ ആണല്ലോ, അത് മനസ്സിലായി. ആ ഒരു പോക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ സ്റ്റെപ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. നന്നായിരുന്നു. ഇപ്പൊ 3 പേരും ഉഗ്രൻ ആക്ടേഴ്സാണ്, ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. ഇനിയിപ്പോൾ ഒരു സംശയമില്ല. ഇനി വരുമ്പം ഇതിലും കൂടുതൽ പണിയെടുത്ത് ഗംഭീര സ്കിറ്റുകളായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. അസീർക്ക, ഇവിടെ ഈ വേദിയിൽ സാധാരണ മുടി കോമഡി, വയർ കോമഡി, ഇതൊന്നും വിറ്റ് പോകാത്തൊരു സ്റ്റേജാണ് ഇത്. പക്ഷേ ഈ വയർ കോമഡി ഇവിടെ ഏറ്റു. താങ്ക് യു. ഇതേപോലെ പുതുമയുള്ള വ്യത്യസ്തമായ സ്കിറ്റുകളൊക്കെ ആയിട്ട് ഇനിയും വരിക 3 പേരും. അതേപോലെ ഇനിയും നല്ല നല്ല സ്ക്രിപ്റ്റുകളുമായിട്ട് നിങ്ങളുടെ ആ കോഴിക്കോട് ശൈലിയിൽ വന്ന് അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. പെർഫോമൻസ് ഭയങ്കര ഫയറായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എപ്പോഴും ഒരു സ്ക്രിപ്റ്റിന് വരുമ്പോൾ ഒരാൾക്ക് സ്ക്രിപ്റ്റ് വൈസ് ചിലപ്പോൾ ഒരാൾ ഹൈലൈറ്റ് ആവും, ഡയലോഗ് വൈസ് ഒരാൾക്ക് ഹൈലൈറ്റ് ആവും, പഞ്ച് വൈസ് ഒരാൾക്ക് ഹൈലൈറ്റ് ആവും. ഇത് എങ്ങനെയോ അറിയില്ല, എല്ലാമേ നിങ്ങൾ 3 പേർക്കും ഈക്വലായിട്ട് മാച്ചായിപ്പോയി. എല്ലാവരും അത് നന്നായി എന്താ പറയുക, എക്സ്പ്ലോയിറ്റ് ചെയ്തു. അക്ഷയും വൈഷ്ണവും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലേ? ഇപ്പോൾ വളരെ കഷ്ടം കേട്ടോ. സംടൈംസ് നമ്മൾ ഏറ്റവും വലിയ ആക്ടേഴ്സ് ആയിരുന്നാലും
കുടുംബത്തിനകത്ത് കുടുംബാംഗങ്ങളോട് ആക്ട് ചെയ്യുമ്പോൾ അത്രയും കിട്ടത്തില്ല. സംടൈംസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിവേ നല്ല ഒരു വൈബിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. അപ്പോ ആദ്യം ബാലചേട്ടനിൽ തുടങ്ങാം. എത്ര മാർക്ക്? ഞാൻ ഒരു 12 കൊടുക്കാം. 12,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 10 മാർക്ക് കൊടുത്തേക്കും. 22,000 രൂപയായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ മനസ്സറിഞ്ഞു കൊടുക്കും. മനസ്സറിഞ്ഞ്. അപ്പൊ അത് നിങ്ങളുടെ ബാങ്ക് നിറയ്ക്കട്ടെ. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്ര നോക്കാം. 40,000. നല്ല എമൗണ്ട് ആണ് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ ഒരു ഉഷാറില് ഓടിച്ചാടി പോയ നല്ല പുതിയ തോട്ട്സ്, പുതിയ തമാശകളൊക്കെ ആയിട്ട്. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇന്നത്തെ സമയം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ 3 ജഡ്ജസിനെയും ഇങ്ങോട്ടേക്ക് വിളിക്കാം. എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ബാലച്ചേട്ടാ, ഷാജൻ ചേട്ടാ, നസീർക്ക പ്ലീസ്. മുണ്ടൊക്കെ എടുത്ത് ഐശ്വര്യമായിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കസറു എന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ എൻജോയ് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ബാലച്ചേട്ടാ ഇത് ഐറ്റം? ജീവിതത്തിൽ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഒരേ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനവും സന്തോഷമാണ്. അതെ. അത് രണ്ടും ഇവിടെ കിട്ടുമ്പോൾ മനസ്സിൽ ഒരു എല്ലാ കഷ്ടങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു മനസ്സമാധാനത്തോട് ആ കസേരയിലിരുന്ന് നിങ്ങളെ പോലെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ ഒരു ഇൻട്രാക്ട് ചെയ്തിട്ട് അല്ലേ, കണ്ടസ്റ്റന്റ് കൂടെ ഇൻട്രാക്ട് ചെയ്ത് അത് മാത്രമല്ല മനസ്സാരെ ചിരിച്ച് ഹാപ്പി ആയിരുന്നിട്ട് പോകുന്നതെക്കാളും വേറെ എന്താ ഉള്ളത്, ഭാഗ്യം എന്താ ഉള്ളത്? സത്യം. അതിന്റെ തെളിവാണ് നമ്മുടെ മുഖത്തെ ചിരിയും ആയിരിക്കുന്നവരുടെ മുഖത്തെ ചിരിയും എല്ലാം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് ഒരാൾ വരുമ്പം നമ്മളിവിടെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സറിഞ്ഞ് അത് നമ്മുടെ ഷോയെ പറ്റി പറയുന്നത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ. പിന്നെ ജീവ, ബാലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാണ്. ഈ ബാല വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മളോട് ജാഫർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം കുറച്ച് ദിവസമായിട്ടും ബാല നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു വളരെ പോസിറ്റീവ് വൈബാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ബൈ പറഞ്ഞ് വിടുന്നേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. കുറച്ച് എപ്പിസോഡ് ഞങ്ങളോട് ഇരുന്നിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ. വിടൂ. Good night.